ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് മക്കളെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ? ഏതൊക്കെ ചാപ്റ്റേഴ്സ് എങ്ങനെയൊക്കെ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സിനും എത്ര മാർക്ക് വെയിറ്റേജ് ഉണ്ട്, ആൻഡ് +1 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഫോർമാറ്റ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഗ്രാമർ ഏതൊക്കെ ഏരിയാസ് നമ്മൾ കവർ ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ സംശയങ്ങൾ ഉണ്ട് മക്കളെ നിങ്ങൾക്ക്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്നുള്ളതാണ്. ആൻഡ് അത് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സോ മക്കളെ, നമുക്ക് +1 എക്സാമിന് വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്? യെസ്, ദർ ആർ 6 യൂണിറ്റ്സ് അല്ലെ. 6 യൂണിറ്റ് നമുക്ക് പഠിക്കാനുണ്ട്, അഥവാ അതിൽ 19 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഓക്കെ, സോ ആ 19 ചാപ്റ്റേഴ്സിൽ നമുക്ക് 5 പോയംസും അതേപോലെ തന്നെ 14 പ്രോസസ് അഥവാ സ്റ്റോറി, അതേപോലെ തന്നെ അതിൽ എസ്സേസ് ഒക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ആൻഡ് അത് മാത്രമല്ല, നമ്മളപ്പോൾ ആദ്യം എന്തറിയണം, യെസ് ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇതിൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും ഓരോ യൂണിറ്റുകളിൽ നിന്നും നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയണം അല്ലെ. കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നസ് എന്നതാണ്. സോ അതിൽ നമുക്ക് 4 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആ 4 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരിക്കണം, എങ്ങനെയാണ് ഒരു സ്പീച്ച് നമ്മൾ എഴുതേണ്ടത്, എങ്ങനെയാണ് ഒരു ഇമെയിൽ നമ്മൾ എഴുതേണ്ടത്, അതേപോലെ തന്നെ പ്രൊഫൈൽ നമ്മൾ പഠിക്കണം. സോ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൽ നിന്നും ഐ വിൽ ഫ്ലൈയിൽ നിന്നും ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിഥിങ്, അതേപോലെ തന്നെ ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സിൽ നിന്നും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ് മനുഷ്യന്മാർക്ക് അല്ലെ, നമ്മുടെ ലൈഫിൽ കോൺഫിഡൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് കോൺഫിഡൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ ജീവിതത്തിൽ യുണീക്ക് ആവാം, അല്ലെങ്കിൽ യുണീക്കിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസിന്റെ ഫിയറിന്റെ ഇതിനൊക്കെ പ്രശ്നങ്ങൾ എന്താ, സോ എങ്ങനെയൊക്കെ അല്ലെ നമ്മൾ മോട്ടിവേറ്റഡ് ആവണം ലൈഫിൽ. ആൻഡ് അതേപോലെ തന്നെ റോൾ ഓഫ് പാരന്റ്സ് ഇൻ മോട്ടിവേറ്റിംഗ് ദെയർ ചിൽഡ്രൻ, അവരുടെ കുട്ടികളെ അല്ലെ അവർ മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ പാരന്റ്സിന്റെ പങ്ക് എന്താണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ആൻഡ് അതേപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് എങ്ങനെ നമ്മൾ സക്സസിനെ അല്ലെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, അതേപോലെ തന്നെ എങ്ങനെയുള്ള ഒരാൾക്കാണ് സക്സസ് വേണ്ടത്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പോയിന്റ്സ് നമ്മുടെ കയ്യിൽ എന്തായാലും വേണമെന്നില്ല. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റേഴ്സിൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ആൻഡ് എങ്ങനെയാണ് ഒരു ഐഡിയൽ സിറ്റിസൺ അല്ലെ, എന്താണ് ഒരു ഐഡിയൽ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ആള് ബിഹേവ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ യൂണിറ്റോട് കൂടിയിട്ട് തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിംഗ് ആള് എങ്ങനെയായിരുന്നു ഡിസീസസ് വരുന്നതിന് മുന്നേ, ആൻഡ് എങ്ങനെയാണ് ആ ഡിസീസസ് അദ്ദേഹം ഓവർകം ചെയ്തത്, അദ്ദേഹത്തിന്റെ അല്ലെ ഹൗ ഹി ഓവർകം ദ ചാലഞ്ചസ് ഓഫ് ഹിസ് ലൈഫ്, എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ചാലഞ്ചസ് ഓവർകം ചെയ്തതും, എങ്ങനെയാണ് അദ്ദേഹം സൂപ്പർ ഓഫ് ഫിസിക്സ് ആയി മാറിയിട്ടുള്ളതും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ജെയിന്റെ ഇമ്പോർട്ടൻസ് എന്താ, യങ് സീഗിളിനെ പറ്റിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, യങ് സീഗിളിന്റെ പാരന്റ്സിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം, അവരെന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ യൂണിറ്റ് അറിഞ്ഞിരിക്കണം. ദെൻ അതേപോലെ തന്നെ നമ്മുടെ APJ അബ്ദുൽ കലാമിനെ പറ്റിയിട്ടും അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അല്ലെ, നമ്മളോട് ഫ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മളോട് ഡ്രീം ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നമ്മളോട് യുണീക്ക് ആവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം എന്നതാ. ആൻഡ് അതേപോലെ തന്നെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആൻഡ് ഡീഡ്സിൽ പറയുന്നത് ദി ഇമ്പോർട്ടൻസ് ഓഫ് വേർഡ്സ് അതേപോലെ തന്നെ ഡീഡ്സ്, ഇതിന്റെ രണ്ടിനും ഇടയിൽ എന്തുണ്ട്, ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ള അല്ലെ. ആ റിലേഷൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. എന്തുകൊണ്ടാണ് വാക്ക് ഇമ്പോർട്ടന്റ് ആവുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഡീഡ്സ് മോർ പവർഫുൾ ആവുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. സോ അതിൽ ആൻഡ് ഗാന്ധി ഗെയിമില് ഗാന്ധി എങ്ങനെയാണ് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വന്നത്, സോ അദ്ദേഹം ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ഇന്ത്യ, ആൻഡ് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം എന്താണ് ഇന്ത്യൻ പീപ്പിളിന് അദ്ദേഹം ചെയ്തു നൽകിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. പ്രതീക്ഷയില്ലാത്ത ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു നാഷന് അദ്ദേഹം ഫ്രീഡം എന്നുള്ള ആ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അവരെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരു സൊസൈറ്റി അല്ലെ, ഒരു നാഷനെ മുന്നോട്ട് നയിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞാല്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം. അതേപോലെ തന്നെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൽ നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാഗി, അതേപോലെ തന്നെ ഗുപ്ത, മിസ്സിസ് ക്ലിഫോർഡിന്റെ കാര്യങ്ങൾ, അവരുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം. അതേപോലെ ഡെത്ത് ലെവലറിൽ നിന്ന് എന്താണല്ലേ, എങ്ങനെയാണ് ഡെത്ത് ഒരു ലെവലറായി മാറുന്നത്, ഡെത്ത് എല്ലാവരെയും എങ്ങനെയാണ് ഈക്വൽ ആക്കി മാറ്റുന്നത് അല്ലെ. ദർ ഇസ് നോ എനി ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ റിച്ച് ഓർ പുവർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ തീം, അതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, ഈ കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് ബിയോണ്ട് ദ ഹൊറൈസണിൽ നിന്ന് നമുക്കറിയാം, അതിൽ കംപ്ലീറ്റ് പറയുന്നത് എന്തിനെ പറ്റിയിട്ടാണ്,
ട്രാവലിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്നുള്ളത് അല്ലെ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ സൺറൈസ് ഓൺ ദ ഹിൽസ്, ദ ട്രിപ്പ് ഓഫ് ലേഹോള, ദ സാക്രഡ് ടർട്ടിൽസ് ഓഫ് കണ്ടാവു. സോ ഈ 3 ചാപ്റ്റേഴ്സിന്റെയും സമറി നിങ്ങൾ പഠിക്കണം. ഒപ്പം എങ്ങനെയാണ് ഒരു ലൈവ് TV റിപ്പോർട്ട് ചെയ്ത, എങ്ങനെയാണ് ഒരു ട്രാവൽ വ്ലോഗ് ചെയ്ത, അതേപോലെ തന്നെ ട്രാവൽ ബ്രോഷർ, ട്രാവൽ ഇൻഫോ, ഇൻട്രൊഡക്ടറി സ്പീച്ച് എങ്ങനെയാണ് ചെയ്ത, ദെൻ നറേഷൻ എങ്ങനെയാണ് ചെയ്ത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ദെൻ നെക്സ്റ്റ് ബ്രൈവിംഗ് ദ ഹസാർഡ്സിൽ പറയുന്നത് ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടൊക്കെയാണ്. ഈ ഡിസാസ്റ്റർ നമ്മൾ ഓവർകം ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. സോ എന്തൊക്കെയാണ് ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ, ദെൻ ഡിസാസ്റ്ററിന്റെ 2 ടൈപ്സ്, മാൻ മെയ്ഡ് ഉണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ട്. ദെൻ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? സോ ഈ ഡിസാസ്റ്ററിന് എതിരെ നമുക്ക് എന്തൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. സോ എന്താണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ആൻഡ് കേരളത്തിലോ ഇന്ത്യയിലൊക്കെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ട് നിങ്ങൾ അവെയർ ആയിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ, മാൻമെയ്ഡ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ഡിസാസ്റ്റർ എന്തെങ്കിലും പേരുകൾ നിങ്ങൾ അറിയാം. അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടും നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ള. ആൻഡ് നെക്സ്റ്റ് സെറാങ് ഓഫ് റെഡങ്കാഞ്ചിയിൽ ആരാണല്ലേ നമ്മുടെ സെറാങ്, അല്ലെങ്കിൽ ആരാണ് നമ്മുടെ ഡോക്ടർ ഹസൻ, അതേപോലെ തന്നെ AJ ക്രോണിനെ പറ്റിയിട്ടും, ദെൻ എങ്ങനെയാണ് ഒരു ഇൻഫോർമൽ ലെറ്റർ ചെയ്ത, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ആ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. സോ ആ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ കാണണം. ആൻഡ് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, കോൺവെർസേഷൻ ചോദിക്കാറുണ്ട്, ദെൻ അതേപോലെ തന്നെ ലെറ്റർ ഇൻഫോർമലും ചോദിക്കാറുണ്ട്, ഫോർമൽ ഒക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾ ആ ചാപ്റ്റർ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് ദ റെക്ക് ഓഫ് ടൈറ്റാനിക്കിൽ അല്ലെ, അപ്പൊ അതിൽ നിങ്ങൾ എന്തായാലും അതിന്റെ അപ്രിസിയേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് റെഫർ ചെയ്യണം. അതേപോലെ തന്നെ അതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് എന്താണ്, എന്തൊക്കെയാണ്, ദെൻ അതേപോലെ തന്നെ അതിന്റെ തീം എന്താണ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം എന്നുള്ള. ആൻഡ് അവർ ചെയ്തിട്ടുള്ള ബ്രേവ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണ്, എന്തുകൊണ്ടാണല്ലേ അവരുടെ ഹീറോയിസും അവരുടെ ബ്രേവറിയൊക്കെ നമ്മൾ അത്രയും കൊണ്ടാടുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 5 നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ദെൻ വാക്കിങ്ങിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഫിസിക്കൽ എക്സസൈസ് എന്തുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയാനുള്ള കാരണം, ഒരു എഡ്യൂക്കേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇത്രയും ഇമ്പോർട്ടൻസ് വരുന്നത്, ആൻഡ് അത് എത്രത്തോളം അല്ലെ ഒരു പേഴ്സണിനെ ഗ്രോത്തിനെ കാര്യങ്ങളൊക്കെ അതിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യണം, ഒന്ന് എഴുതാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം എന്നതാണ്. ആൻഡ് സ്ലീപ്പിന്റെ നെസസിറ്റി എന്തൊക്കെയാണ്, നല്ല ഉറക്കുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ കിട്ടും, ദെൻ ഉറക്കില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു ധാരണ വേണം. ദെൻ ലീപ്സ് ആൻഡ് ബൗണ്ട്സിൽ പറയുന്നത് നമ്മൾ ടെക്നോളജിനെ പറ്റിയിട്ടൊക്കെയാണ് എന്നുള്ള അല്ലെ. സോ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിൽ പഠിച്ചിരിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, ടെക്നോളജിന്റെ മെറിറ്റ് എന്തൊക്കെയാണ്, അതിന്റെ അല്ലെ ഡിമെറിറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, ആൻഡ് ടെക്നോളജി ഏതൊക്കെ ഫീൽഡിലാണ് അത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയൊക്കെയാണ്. അപ്പൊ പലതരമുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മെഡിക്കൽ ഫീൽഡിൽ, എഞ്ചിനീയറിംഗ് ഫീൽഡിൽ, അതേപോലെ തന്നെ സ്പേസ് ഫീൽഡിലൊക്കെ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ്സ് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യുക. അതേപോലെ സൈബർ സ്പേസിന്റെ മെറിറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൈബർ സ്പേസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ വേണം. ആൻഡ് നെക്സ്റ്റ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ കോൺസെപ്ച്വൽ ഫ്രൂട്ട് പഠിക്കുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയാണ് ഈ ടെക്നോളജിയുടെ വരവ് ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് മുന്നിൽ ഇതൊരു ലെവലർ ആയിട്ട് പ്രവർത്തിക്കുന്നത്, അഥവാ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ട് പോലും അല്ലെ, അവർക്ക് കണ്ണ് കാണാൻ പറ്റാത്ത കുട്ടികൾക്ക് പക്ഷെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും അവർക്ക് അറിയാനും അവർക്ക് റീഡ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഇതിന് കേൾക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് അല്ലെ, അവർക്കും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ അവരുടെ ലിമിറ്റേഷൻസിനെ അല്ലെ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അവർക്ക് മാക്സിമം ഈ ഒരു വേൾഡിലെ കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആരുടെ വരവ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ള, ടെക്നോളജിന്റെ വരവ് സഹായിച്ചിട്ടുണ്ട്. സോ ടെക്നോളജി എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ആൻഡ് എസ്പെഷ്യലി ഈ ഡിഫറെന്റ്ലി ആബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിൽ, അവരുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് നിങ്ങൾ എന്തായാലും കളക്ട് ചെയ്ത് വെക്കണം. ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് തന്നെ ഈ 6 യൂണിറ്റിനെയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള. ആൻഡ് നെക്സ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 2023 അപ്പൊ ഇതിലെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ എന്തായാലും വരും. പക്ഷേ ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ യൂണിറ്റിനെയും നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ നോക്ക്, ഗ്ലിംപ്സസ് ഓഫ് ഗ്രേറ്റ്നെസ് അല്ലെ 18 മാർക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വേർഡ്സ് ആൻഡ് ഡീഡ്സ് 22, ദെൻ ബിയോണ്ട് ദ ഹൊറൈസൺ 21, ബ്രേവിംഗ് ദ ഹസാർഡ് 21, ഹാർമണി ഓഫ് ലൈഫ് 12, then leaps and bounds 10. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഓരോ യൂണിറ്റിനും കേട്ടോ ഏകദേശം. അപ്പൊ സ്ലൈറ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഒക്കെ
വരും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ തന്നെ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്നും പഠിച്ചിരിക്കണം എന്നുള്ള. അപ്പൊ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് ഒക്കെ എന്താണ്, ചെറിയ യൂണിറ്റ് ആണ്. പക്ഷേ നിങ്ങൾ അതിലെ കുറച്ച് കാര്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് ഈ 10 മാർക്ക് അല്ലെ നിങ്ങൾക്ക് കളയാതിരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള. സോ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം, പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് നമുക്കറിയാം അല്ലെ 12 മാർക്സിന് വരെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ബാക്കി 92 മാർക്സ് നമ്മൾ എന്താണ്, യെസ് നമ്മൾ എഴുതി തന്നെ ഫലിപ്പിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. ദെൻ നെക്സ്റ്റ് ഗ്രാമറിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മക്കളെ, എഡിറ്റിംഗ് നിങ്ങൾ പഠിച്ചിരിക്കണം. ദെൻ റിപ്പോർട്ടഡ് സ്പീച്ച്, അതേപോലെ തന്നെ പാസീവ് വോയിസേഷൻ അല്ലെ, ആക്റ്റീവ് വോയിസിൽ നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റണം. ദെൻ കണ്ടീഷണൽ ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ അതേപോലെ കോയ്സി ഡിവൈസസ്, കോൺകോഡ് ഒക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ള. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഗ്രാമറിന്റെ ഭാഗത്ത്. സോ ഗ്രാമറിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണം. പക്ഷെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് ഗ്രാമറിന്റെ ഭാഗം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, തറോ ആക്കിയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് എന്തൊക്കെയാ ഫോർമാറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ള. അപ്പൊ ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഇത്രയും ഫോർമാറ്റ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം +1 മോഡൽ എക്സാമിന് മുന്നേ തന്നെ. ആൻഡ് ഇനി എങ്ങനെയൊക്കെയാണല്ലേ നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. നിങ്ങൾ ചാപ്റ്റേഴ്സ് മാക്സിമം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ നന്നാവും. അതിനുശേഷം കേട്ടോ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് കവർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിന് കൂടെ തന്നെ എന്തായാലും എന്ത് ചെയ്യുക, പോയിന്റ്സ് വായിച്ചോ കുഴപ്പമില്ല, നല്ലതാണ്. കാരണം നമുക്ക് എന്ത് ചെയ്യും, പരസ്പരമുള്ള കണക്ഷൻ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം, ഈ പോം എത്ര പോമാണ് നമുക്ക് പഠിക്കാനുള്ളത്, 5 പോം ആണെങ്കിൽ ആ 5 പോം കൂടി നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ലാസ്റ്റ് ഒന്ന് ഒരുമിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം, ഒന്ന് വായിക്കണം. ഇതില് ഏതൊക്കെയാണ് ഇതിലെ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്, അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടേക്കാണ് അല്ലെ, എവിടേക്ക് നമുക്ക് പോയറ്റിക് ഡിവൈസസ് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക എന്നുള്ള. കൃത്യമായിട്ട് എന്താണ് സിമിലി, എന്താണ് മെറ്റഫർ, എന്താണ് അലിട്രേഷൻ, എന്താണ് അസനൻസ്, എന്താണ് ഓക്സിമറോൺ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഓനോമറ്റോപ്പി ഒക്കെ, ഹൈപ്പർബോല, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് ഈ പോയത്തിൽ നിന്ന് ഇതൊക്കെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുക എന്നുള്ള. അപ്പൊ നമുക്ക് ആ മാർക്ക് ഒട്ടും പോകാതെ തന്നെ നമുക്കത് നേടാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എല്ലാ ഫോർമാറ്റ്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ നോക്കിയിട്ട് ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, യെസ് പ്രാക്ടീസിങ് ഒക്കെ കൂടെ തന്നെ നിങ്ങൾ ഗ്രാമർ ഏരിയാസും കൂടി നിങ്ങൾ കവർ ചെയ്യണം. സോ ഗ്രാമറിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ മക്കളെ പറയാനുള്ള കാര്യം, മാക്സിമം കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. പോയിന്റ്സ് ഒക്കെ നിങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, നിങ്ങൾ തന്നെ മാക്സിമം ഒന്ന് എഴുതി നോക്കുക എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ നിങ്ങളായിട്ട് തന്നെ എന്ത് ചെയ്യണം, നോട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഓരോ യൂണിറ്റ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് കുറച്ച് പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഒരു 5 or 10 പോയിന്റ്സ് ഓരോ ചാപ്റ്ററിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നുണ്ടോ, നല്ല വൊക്കാബുലറി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. ദെൻ ന്യൂ വേർഡ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഓരോ ചാപ്റ്ററിലെയും പുതിയ വേർഡ്സ് നിങ്ങൾ പഠിക്കുക. ആൻഡ് പുതിയ വേർഡ്സിന്റെ മീനിങ് നിങ്ങൾ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് മക്കളെ, ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും ആ 2.5 മണിക്കൂറിൽ എത്രത്തോളം അല്ലെ ആ 80 മാർക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. സോ നന്നായിട്ട് തന്നെ നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ആ ടൈം മാനേജ് ചെയ്യാൻ നിങ്ങൾ പഠിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, എത്രത്തോളം നിങ്ങളുടെ അല്ലെ പോയിന്റ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ, അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എക്സാമുകൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആൻഡ് മാക്സിമം ഇപ്പൊ മോഡൽ എക്സാം ഒക്കെയാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം നല്ല പോയിന്റ്സ് നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. പിന്നെ അവരുടെ അല്ലെ വ്യൂ പോയിന്റ് എന്തൊക്കെയാണ് ഓരോ ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ട്. ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് അല്ലെ ഡെപ്ത് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനെ പറ്റിയിട്ടും കിട്ടുക എന്നുള്ളതാണ്. സോ മക്കളെ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കൂ. ആൻഡ് അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം. താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ ഷെയർ ചെയ്യണം. സോ മക്കളെ സ്റ്റേ ഹാപ്പി, ബൈ.